കുഞ്ഞേട്ടാ, ഞാൻ ഏട്ടനെ ഒരുപാട് മിസ് ചെയ്തു. ആണോ? എന്റെ കാന്താരി എന്നെ ഒരുപാട് മിസ് ചെയ്തോ? പിന്നെ ഇല്ലാതെ. ഭക്ഷണം പോലും നേരവണ്ണം കഴിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഡി ഒരു മയത്തിലൊക്കെ തള്ളടി. ഭക്ഷണം കണ്ടാൽ നീ അവിടെ കമന്നടിച്ച് വീഴുമെന്ന് കുഞ്ഞേട്ടൻ അറിയാം. നീ പോടാ. നീ പോടി. അച്ഛമ്മേ. അർജു, ഡാ, നീ 2 ദിവസം കഴിഞ്ഞ് എത്തുമെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് എന്താ മോനെ പെട്ടെന്ന്? അതച്ചാ, ഞാൻ അമ്മയോട് ചുമ്മാ പറഞ്ഞതല്ലേ. ഞാൻ ഇന്നലെ രാത്രി തന്നെ വീട്ടിലെത്തിയിരുന്നു. നിങ്ങളൊക്കെ ഉറങ്ങുമായിരിക്കും, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. പിന്നെ പുലർച്ചയ്ക്ക് ഉറങ്ങുന്ന ആദിയെ പിടിച്ചു. ഓ, ഈ കുഞ്ഞേട്ടൻ. അവനാ ഡോറ് തുറന്നു തന്നെ. നിന്റെ പിയാനോയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അച്ഛമ്മയ്ക്ക് മനസ്സിലായി എന്റെ അർജുകുട്ടൻ ഇവിടെ ഉണ്ടെന്ന്. എന്നാ അർജു, മോനിരിക്കെ, ഭക്ഷണം കഴിക്കാം. ഓക്കെ ചെറിയമ്മേ. എന്നാലും എന്റെ കുഞ്ഞെ, നീ എന്തിനാ എന്നോട് കളവ് പറഞ്ഞെന്നാ ഞാൻ ആലോചിക്കുന്നേ. അജു, എന്താ അജു ആലോചിക്കുന്നേ? ഒന്നുമില്ല അർജു. അത് നീ എന്നോട് കളവ് പറയുകയാ? എന്താ നിന്റെ പ്രശ്നം? ഡാ, ഒന്നുമില്ല. ചെറിയൊരു തലവേദന, അത്രേ ഉള്ളൂ. തലവേദന അല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഡാ, ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. നിത്യേ, ഞാൻ പഴയതൊക്കെ ഓർക്കുമായിരുന്നു. എന്താ ഏട്ടാ, എന്തു പറ്റി? ഞാനും ജയനും ഹരിയുമൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛന്മാരും നല്ല സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു കാരണം കൊണ്ടല്ലേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലാതായത്. ഏട്ടാ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഏട്ടൻ അതോർത്ത് വിഷമിക്കാതെ. പകരം എല്ലാം പുറത്ത് ആ പഴയ സുഹൃത്തുക്കളായിക്കൂടെ? അവരെ നേരിട്ട് പോയി കണ്ടൂടെ ഏട്ടന്? കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ട് നിത്യേ, പക്ഷേ ഒരു പക്ഷയുമില്ല, നമ്മൾ അവരെ പോയി കാണണം. എന്താ ഏട്ടാ, ഏട്ടന്റെ പഴയ സുഹൃത്തുക്കളെ കാണണ്ടേ? കാണണം നിത്യേ. എന്നാൽ ഒരു ദിവസം നമ്മൾക്ക് മുണ്ടയ്ക്കൽ തറവാട്ടിലേക്ക് പോവാം. ഐഷു, എന്തു പറ്റി? എന്തിനാ താൻ കരയുന്നേ? പറ, എന്തു പറ്റി ഐഷു? അത് അച്ഛനെയും അമ്മയെയും ഓർത്തപ്പോൾ. ഐഷു, കരയാതെ. നിന്റെ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന നിന്റെ മാമനില്ലേ ഇവിടെ? പിന്നെ എന്റെ അമ്മ നിന്നെ കീർത്തിയെ പോലെ തന്നെയല്ലേ കാണുന്നേ? പിന്നെ എന്തിനാടോ താൻ വിഷമിക്കുന്നേ? നോക്ക്, തന്നെ ഇങ്ങനെ സങ്കടപ്പെട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ണു തുടക്ക ഐഷു. കാർത്തി മോനെ. അത് ശരി, നീ വന്ന പാടെ ഐഷുമോളോട് സംസാരിക്കുവാണോ? അതമ്മേ, ഞാൻ വന്നപ്പോൾ ഐഷു കരയുമായിരുന്നു. അപ്പോൾ എന്താ കാരണമെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അയ്യോ, എന്തു പറ്റി ഐഷുമോളെ? എന്തുണ്ടെങ്കിലും അമ്മായിയോട് പറ. മോനെ, നീ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഐഷുമോളോട് സംസാരിക്കാം. ശരി അമ്മേ.
എന്തിനാടി കിടന്നു മൂങ്ങുന്നേ? ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നീ എന്റെ ഭർത്താവിനോടോ സനുവിനോടോ കാർത്തിയോടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടങ്ങൾ നിനക്ക് മാത്രമായിരിക്കും. നിന്റെ അനിയത്തി എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവളെ ഞാനങ്ങ് ഇല്ലാതാക്കും. എന്താടി അത് നേരിൽ കാണണോ നിനക്ക്? അമ്മായി, ഞാൻ ആരോടും ഒന്നും പറയൂല അമ്മായി. അവളെ ഒന്നും ചെയ്യരുത് അമ്മായി. അമ്മായിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് തീർക്ക്. അവളെ ഒന്നും ചെയ്യരുത്. നിന്നോട് തീർത്ത് കഴിഞ്ഞാ പിന്നെ എന്റെ മരുമകളായിട്ട് ആര് വരും? നിന്നെ ഞാൻ എന്റെ മരുമകളാക്കിയാൽ എനിക്ക് നഷ്ടങ്ങളൊന്നുമില്ല. പകരം സമാധാനവും സന്തോഷവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന്റെ കാരണം നിനക്കറിയാമല്ലോ. അതുകൊണ്ട് നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് ഒന്നും പറയണ്ട. പിന്നെ ഇതുവരെ നടന്ന കാര്യങ്ങൾ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നിനക്കറിയാലോ. ഇല്ല, ഞാൻ ഒരിക്കലും കാർത്തിയേട്ടനെ വിവാഹം കഴിക്കില്ല. കാർത്തിയേട്ടനെ ഞാൻ എന്റെ സഹോദരനെ പോലെ കണ്ടിട്ടുള്ളൂ. ഇല്ല, ഞാൻ ഇതിനെ സമ്മതിക്കില്ല. എന്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഞാൻ അത്രമേൽ സ്നേഹിക്കുന്ന ആളുടേത് മാത്രമായിരിക്കും. ഇല്ലെങ്കിൽ ഈ ഐശ്വര്യ ജീവനോട് കാണില്ല. ദൈവമേ, രണ്ടിനും കിളി പോയോ? എന്താണ് രണ്ടുപേരും ആലോചിക്കുന്നേ? ഞാൻ സനുവിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. പാവം, 2 വർഷമായി അവനെ നേരിൽ കണ്ടിട്ട്. സനുവിനെ വല്യേട്ടനെന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഡാ പോട്ടാ, അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓ, പിന്നെ കോൾ ചെയ്യുന്നത് പോലെയല്ലല്ലോ നേരിൽ കാണുന്നത്. ഇനി നീ എന്താ ആലോചിച്ചേ അതി? ഇതൊക്കെ ചോദിക്കാനുണ്ടോ അർജു? നമ്മുടെ കുഞ്ഞനിയൻ വല്ല പെൺപിള്ളേരെയും കുറിച്ച് ആലോചിച്ചതാവും. ഏയ് ഇല്ല കുഞ്ഞേട്ടാ, ഞാൻ ഓഫീസിലെ കാര്യത്തെ കുറിച്ച്. ഓഫീസിലെ എന്ത് കാര്യത്തെ കുറിച്ചാ? അത് ഡാഡാ ഇരുന്നു ബബ പഠിക്കാതെ. ഡാ, ഇരുട്ടാവാറായി. അതു ഇനി ബസ് വരുവോ? വരും ഡാ, കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. അല്ല, നിന്നെ കാണാതായാൽ നിന്റെ വീട്ടുകാർ അന്വേഷിക്കില്ലേ? നിന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞാൽ ഏട്ടന്മാർ സമ്മതിക്കത്തില്ല. ആ, ഏട്ടന്മാരെ ഒരേ ഒരു അനിയത്തിയല്ലേ നീ? വീട്ടിൽ നിന്ന് ഇപ്പോൾ കോൾ വരും. ശ്രീ, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. നീ എങ്ങോട്ടാടാ? അയ്യോ ചേട്ടാ, സോറി. ഞാൻ കണ്ടില്ല ചേട്ടാ, സോറി. ആണോ? മോള് കണ്ടില്ലേ? എന്നാ നമുക്ക് ഒന്നുകൂടെ കൂട്ടിമുട്ടിയാലോ? ചേട്ടാ, ഞാൻ കണ്ടില്ല, സോറി. എന്താ മോളെ ഇത്? സോറി പറഞ്ഞെന്ന് കരുതി എല്ലാം അങ്ങ് ശരിയാവോ? എനിക്ക് സോറി ഒന്നും വേണ്ട, പകരം ഒരു കിസ് മതി. നാണമില്ലാത്തവനെ, എന്താണ് താൻ പറയുന്നേ? ഞാൻ ആരാണെന്നും താനിക്കറിയില്ല. നീ ആരായാലും എനിക്കെന്താടി പുല്ലേ? ചുമ്മാ ചേട്ടനെ ദേഷ്യം പിടിപ്പിക്കാതെ മോളെ. താൻ പോടും. ഡീ,
ശ്യാം, ഒരു പ്രശ്നമാക്കേണ്ട, വിട്ടേക്ക്. പോട്ടെ, സാരമില്ല. ആദു, അച്ഛാ, എന്താ മക്കളെ ഇവിടെ നിൽക്കുന്നേ? അതങ്കിൾ, ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് ശരി. മക്കളെ, നിങ്ങൾ വന്ന് വണ്ടിയിൽ കയറ്. ഞാൻ എന്തായാലും വീട്ടിലേക്കാ പോകുന്ന വഴി. ശ്രീയെ വീട്ടിലേക്കാക്കാം. അങ്കിൾ, അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല മോളെ. ഞങ്ങൾ പോകുന്ന വഴി മോളെ വീട്ടിലേക്കാക്കാം. മോളെ, വന്ന് കയറ്. ആ, ഏട്ടൻ വന്നോ? ആ, നീയും ഉണ്ടോ കൂടെ? മോളവിടെ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. കൂടെ മോളുടെ ഫ്രണ്ട് ശ്രീയും ഉണ്ടായിരുന്നു. ശ്രീയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. നീ അപ്പോൾ ശ്രീയുടെ വീട്ടിലല്ലേ പോയേ? അല്ല, വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിലാ. മോളെ, നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ് വല്യേട്ടാ. എന്നാ പോയി ഫ്രഷ് ആയിട്ട് വാ, എന്തെങ്കിലും കഴിക്കാം. വേണ്ടമ്മേ, എനിക്കെന്തോ വയ്യ. പനിക്കുന്നുണ്ടോ മോളെ? ഇല്ല അമ്മേ, ചെറിയൊരു തലവേദന. ഹോസ്പിറ്റലിൽ പോവണോ? വേണ്ട വല്യേട്ടാ, ഒന്ന് ഉറങ്ങിയാൽ ശരിയാവും. ഏതോ ഒരുത്തന് എന്റെ കയ്യിൽ കയറി പിടിച്ചപ്പോൾ ഞാൻ എന്താ പ്രതികരിക്കാത്തെ? പക്ഷെ അന്ന് സാർ എന്റെ കയ്യിൽ പിടിച്ചപ്പോൾ ഞാൻ എന്താ ചെയ്ത്? രുദ്ര, പപ്പ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ആ രണ്ടു കുടുംബത്തോട് നമ്മൾക്ക് ഒരിക്കലും സഹതാപം പാടില്ല. മറിച്ച് ആ രണ്ടു കുടുംബത്തെയും എങ്ങനെ നശിപ്പിക്കാമെന്ന ചിന്ത മാത്രമേ പാടുള്ളൂ. അത് നീയായിട്ട് തെറ്റിക്കരുത്. തെറ്റിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു സഹോദരനുള്ള കാര്യം ഞാൻ അങ്ങ് മറക്കും. പിന്നെ അനാമികയെ നീ സ്നേഹം നടിച്ച് അവളെ നിന്റെ വശത്താക്കണം. അത് വെറും ഒരു അഭിനയം. അവളാണ് മേലത്തെ തറവാട് ഇല്ലാതാക്കാനുള്ള ആയുധം. പിന്നെ മുണ്ടക്കൽ തറവാട് അത് ഞാൻ ഇല്ലാതാക്കിയിരിക്കും. മനസ്സിലായോ നിനക്ക്? ശരി രാജു. നീ എങ്ങനെയാടാ എന്റെ തറവാട് ഇല്ലാതാക്കുന്നേ?